വടകര പാർലമെന്റ് മണ്ഡലത്തിലെ വോട്ടർമാർക്കിടയിൽ താരമാവുകയാണ് എൻ.ഡി.എ സ്ഥാനാർത്ഥി സി.ആർ. പ്രഫുൽ കൃഷ്ണ. തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് വടകരയിലിറങ്ങിയ പ്രഫുൽ കൃഷ്ണയ്ക്കാകട്ടെ എവിടെയും ഉജ്ജ്വല സ്വീകരണം തന്നെയാണ് ലഭിക്കുന്നത്. മണ്ഡലത്തിലെ ബലിദാനികളുടെ സ്മൃതി മണ്ഡപങ്ങളിൽ പുഷ്പാർച്ചന നടത്തിയതിന് പിന്നാലെയാണ് സ്ഥാനാർത്ഥി പ്രചരണത്തിനായി അദ്ദേഹം ഇറങ്ങുന്നത്. വടകര ലോക്സഭാ മണ്ഡലത്തിന്റെ ഭാഗമായി കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റിയാടി, നാദാപുരം, വടകര, തലശ്ശേരി എന്നിവിടങ്ങളിൽ വൻ സ്വീകരണമാണ് സ്ഥാനാർത്ഥിക്ക് ലഭിക്കുന്നതും. കുടുംബയോഗങ്ങളിൽ പങ്കെടുത്തും വോട്ടർമാരെ നേരിൽ കണ്ടും വോട്ട് അഭ്യർത്ഥന നടത്തിയുമാണ് പ്രഫുൽ കൃഷ്ണ പര്യടനം തുടരുന്നത്. മണ്ഡലത്തിലെ ഉത്സവ ചടങ്ങുകളിൽ പ്രഫുൽ കൃഷ്ണയുടെ നിറസാന്നിധ്യവുമുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് പ്രഫുൽ കൃഷ്ണ വോട്ട് തേടുന്നത്. റിപ്പോർട്ടിലേക്ക്. ഇവരൊക്കെ സംസാരിക്കുന്നതിന്റെ ഒരു താളം കണ്ടിട്ടുണ്ട്, ഈളം കണ്ടിട്ടുണ്ടോ അല്ലേ? വാസ് ഞാൻ സംസാരിക്കുമ്പോൾ അത്രയൊന്നും കിട്ടില്ല. നിങ്ങളൊക്കെ അനൗൺസ് ചെയ്തത് പോലെ അല്ലെങ്കിൽ നിങ്ങളൊക്കെ പാടുന്നത് പോലെ എന്നോട് വരുമ്പോൾ ചോദിച്ചു, ഞാൻ പാട്ട് പാടുമെന്ന് ചോദിച്ചു. ഞാൻ ജീവിതത്തിൽ പാട്ട് പാടിയിട്ടുണ്ട്, സത്യമായിരുന്നു. കാരണം പാട്ട് പഠിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷെ പാടുമായിരുന്നു, പക്ഷെ ഞാൻ പഠിച്ചിട്ടില്ല. എന്നാലും പാട്ട് കേൾക്കാറുണ്ട്, കവിതകൾ കേൾക്കാറുണ്ട്. എന്നാലും വലിയ സന്തോഷമുണ്ട്, കാരണം എല്ലാ ആഴ്ചയും ഈ തരത്തിലുള്ള പരിപാടി നടക്കുന്നു അല്ലേ? അത്രമാത്രം സംഗീതത്തെ അതുപോലെ കലയെ ഇഷ്ടപ്പെടുന്നവരാണ് ഈ തലശ്ശേരി ജഗന്നാഥ ക്ഷേത്ര പരിസരത്തെ ആളുകൾ എന്നറിയുന്ന സമയത്ത് ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ പലപ്പോഴും ഈ ജഗന്നാഥ ക്ഷേത്രത്തിന്റെ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ എനിക്ക് അനുഭവപ്പെട്ടൊരു ഫീലുണ്ട്. എന്താണെന്നറിയോ, വല്ലാത്ത പോസിറ്റീവ് വൈബുള്ള ഒരു ഏരിയ ആണ് കേട്ടോ. ഒന്ന് അമ്പലമുണ്ട്, അമ്പലത്തെ തൊട്ട് തലയിൽ വെച്ച് നമ്മൾ പോകും, പക്ഷെ എന്നാലും ഭയങ്കര പോസിറ്റിവിറ്റി ഇവിടെ ഉണ്ട്. ഒരുപക്ഷെ നിങ്ങളെ പോലുള്ള അത്രമാത്രം സഹൃദയരായിട്ടുള്ള ആളുകൾ ഉള്ളതുണ്ടായിരിക്കാൻ ഞങ്ങൾക്കൊക്കെ ഈ ആയിഞ്ചേരിയും വടകരയൊക്കെ ഉള്ള ആൾക്കാർക്ക് അങ്ങനെ തോന്നുന്നത്. തൊട്ടടുത്ത ആശ്രമമുണ്ട് അല്ലേ, അമൃതാനന്ദമയി അമ്മയുടെ ആശ്രമമുണ്ട്. ഒരു വല്ലാത്തൊരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു പ്രദേശമാണ്. എന്തായാലും നിങ്ങളെയൊക്കെ കാണാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം തോന്നുകയാണ്. നമ്മൾ വിഷുവിന്റെ കുറേ മുന്നേ തന്നെ എനിക്ക് കണിക്കൊന്ന തന്നു, അതുപോലെ മത്താപ്പ കത്തിച്ചു, കമ്പിത്തിരി കത്തിച്ചു അല്ലേ. വളരെ കൃത്യമായിട്ടാണ് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്തിരിക്കുന്നത്. എന്തായാലും വളരെയധികം സന്തോഷം. നരേന്ദ്രമോദിജി വീണ്ടും 400-ലധികം സീറ്റുകളുമായിട്ട് വീണ്ടും പ്രധാനമന്ത്രിയായിട്ട് മാറും. ഈ വടകര മണ്ഡലത്തിലെ മുഴുവൻ ആളുകളോടും എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ഇന്ത്യയിൽ ഇത്രയും വലിയൊരു മുന്നേറ്റം ഉണ്ടാകുമ്പോൾ നമ്മുടെ വടകരയും മാറണം. ഈ നമ്മുടെ നാടുണ്ടല്ലോ, നമ്മുടെ നാടിന്റെ അത്ര സാധ്യതയുള്ള മറ്റൊരു മണ്ഡലമില്ല. സത്യം, ഞാൻ ഈ തെരഞ്ഞെടുപ്പിന് വോട്ട് കിട്ടാൻ വേണ്ടി പറയുന്നതല്ല. എന്താ കാര്യം എന്നറിയോ, ഇത്രയും വലിയ വിസ്തൃതിയുള്ള തീരദേശ മേഖല, ആയിരക്കണക്കിന് ഏക്കർ വിസ്തീർണമുള്ള നെൽപ്പാടങ്ങൾ, നല്ല മനോഹരമായിട്ടുള്ള മലയോര മേഖല അല്ലേ? തീരദേശം, ഇടനാട്, മലനാട്, ഈ മൂന്ന് കൊണ്ടും സമ്പുഷ്ടമാണ് നമ്മുടെ വടകര പാർലമെന്റ്.